ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 29-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 29-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇന്ന് നോമ്പിലെ 5-ാമത്തെ ഞായർ. 18 സംവത്സരമായി കൂനിയായിരുന്നതായ സ്ത്രീയെ സൗഖ്യമാക്കുന്നതായ യേശുവിനെയാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം. 18 സംവത്സരമായി കൂനിയായി നിന്നിരുന്നതായ സ്ത്രീയെ സൗഖ്യമാക്കുന്നതായ യേശുവിനെയാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൾക്ക് നേരെ നിൽക്കാൻ പോലും കഴിയാത്തതായ ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ യേശു കർത്താവ് അവളെ വിളിച്ച് അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവളുടെ മേൽ കൈവെക്കുന്നതായ യേശു കർത്താവ് ആ നേരം തന്നെ അവൾക്ക് സൗഖ്യം പ്രാപിക്കുകയാണ്. അവൾ ഉടനെ തന്നെ നിവർന്നു നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ സംഭവം ശാരീരിക സുഖപ്പെടുത്തലിൻ്റെ കഥ മാത്രമല്ല, അത് ആത്മീയ മോചനത്തിൻ്റെ അടയാളം കൂടെയാണ്. ഈ സ്ത്രീ 18 വർഷമായി കൂനി നിൽക്കുകയാണ്. അവൾ തൻ്റെ കാൽപാദങ്ങൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് മുകളിലോട്ടുള്ളത് ഒന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ആത്മീയമായ മോചനത്തിൻ്റെ അടയാളം ഈ ഭാഗത്തിൽ നാം കാണുകയാണ്. അവൾക്ക് ആകാശത്തേക്ക് നോക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. അതുപോലെ പാപവും ഭാരവും നിറഞ്ഞ ജീവിതം മനുഷ്യനെ താഴേക്ക് കുനിക്കുകയാണ്. ദൈവത്തേക്ക് നേരെ നോക്കുവാൻ പോലും കഴിയാത്ത വിധം ഇന്ന് മനുഷ്യൻ താഴേക്ക് കൂനി പോയിരിക്കുന്നു. ഇവിടെ മറ്റൊരു സത്യം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് ഈ സ്ത്രീയെ സൗഖ്യമാക്കുന്നത് ശബത്ത് ദിനത്തിലാണ്. യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നതായ ഒരു സമയത്താണ്. ഈ സിനഗോഗിൻ്റെ പുരോഹിതന് യേശു കർത്താവ് ശബത്തിൽ സുഖപ്പെടുത്തിയത് കണ്ട് കോപമുണ്ടാകുകയാണ്. അവൻ നിയമത്തെ മാത്രം കാണുകയാണ്. പക്ഷേ യേശു കർത്താവ് മനുഷ്യൻ്റെ വേദനയെ കണ്ടു. യേശു കർത്താവിൻ്റെ ഹൃദയം കരുണ നിറഞ്ഞതായ ഹൃദയമാണ്. അവൻ നിയമത്തിൻ്റെ കഠിനതയിൽ മനുഷ്യനെ അടക്കുവാൻ വന്നവനല്ല, ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പ് നമ്മോട് ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ കുനിയിക്കുന്നതായ ഭാരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ യേശുവിൻ്റെ മോചനത്തെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണോ? ക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യത്തിൽ എത്തുമ്പോൾ വർഷങ്ങളായി നമ്മെ കുനിയിക്കുന്നതായ ഭാരങ്ങൾ പോലും മാറിപ്പോകും. നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയായിത്തീരും. കർത്താവേ, എന്നെ സ്പർശിക്കണമേ
എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ സ്പർശനത്താൽ എന്നെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. നിൻ്റെ സ്പർശനത്താൽ എൻ്റെ പാപത്തെ കഴുകിക്കളയണമേ എന്ന് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, എന്നെ താഴ്ത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതം നേരെയാക്കണമേ. അവിടുന്ന് എന്നെ ഒന്ന് സ്പർശിക്കണമേ. അവിടുന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. നീ സ്പർശിക്കുമ്പോൾ നിവർന്നു നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമല്ലോ. കർത്താവേ, അവിടുത്തെ മഹാകരുണയാൽ നിന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. നിന്റെ കൃപയാൽ എൻ്റെ ജീവിതം നേരെയാക്കണമേ. നിന്നെ മഹത്വപ്പെടുത്തുന്നതായ ഒരു പുതുജീവിതം നയിക്കുവാനായിട്ട് എന്നെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.